ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ബർത്ത്ഡേ പ്രിപ്പറേഷൻസ് ആയിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ബർത്ത്ഡേ വ്ളോഗാണ്. ബർത്ത്ഡേ ശനിയാഴ്ച ആണെങ്കിലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ വ്യാഴാഴ്ച രാത്രിയിലെ കാഴ്ചകളാണ് ഇത്. ഞാൻ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബലൂണ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമ്മൾ വീർപ്പിച്ച് വെച്ചിരുന്നു. അപ്പോൾ അത് കെട്ടി വെക്കാനും കാര്യങ്ങളുണ്ട്. ഉണ്ണിയപ്പത്തിനുള്ള മാവ് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ വട്ടയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. വട്ടയപ്പത്തിനുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മിഴി ഞാനും കൂടി എല്ലാ ഡെക്കറേഷൻസും റെഡിയാക്കുകയാണ്. അവൾ കുറച്ച് നേരമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അവൾ കിടന്നുറങ്ങി. അപ്പം രാവിലെ അവൾ കാണുന്ന കാഴ്ചയാണിത്. നേരെ നടന്നോ, നേരെ നേരെ, ശരി, കണ്ണു തുറന്നു. എങ്ങനെയുണ്ട്? ഏതാ ഇഷ്ടായി? ഇഷ്ടായോ? വെൽക്കം ഉണ്ണി. അതിനിടയ്ക്ക് പ്രജേട്ടന് പുറത്തു പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ചിക്കൻ മഫിനും മിഴിക്ക് ഹാപ്പി മീലും വാങ്ങിയിട്ട് വന്നു. അപ്പം അത് കഴിച്ചിട്ടാവാം ബാക്കി പരിപാടികളെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. സെലിബ്രേഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇവിടെ ബലൂണുകളൊക്കെ പൊട്ടി തുടങ്ങി. ആദ്യത്തെ ബലൂൺ ഇതാ പൊട്ടിയിരിക്കുന്നു. വൈകുന്നേരം ആയപ്പോൾ തന്നെ ഞാൻ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. നമ്മൾ 7 മണിക്കാണ് എല്ലാവരോടും വരാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോഴേക്കും എല്ലാം റെഡി ആവണം. ഇത് പായസമാണ്, പാലട പായസമായിരുന്നു. ഇത് ഞാൻ അവർ വരാൻ തുടങ്ങുന്ന സമയത്താണ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. കാരണം കുറച്ച് കഴിഞ്ഞാൽ അത് കട്ടിയായിരിക്കും. പിന്നെ ഇത് ഇഡലിയാന്ന് നിങ്ങൾക്ക് കണ്ടാൽ തോന്നും, പക്ഷേ മക്കളെ ഇത് വട്ടയപ്പമാണ്. കാരണം നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാനുള്ള ആ പ്ലേറ്റ് അതിൽ വെക്കാൻ പറ്റില്ല നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ. അപ്പം ഞാൻ ഇഡ്ഡലി തട്ടിൽ മാവ് ഒഴിച്ചിട്ട് അത് മുറിക്കുകയാണ് ചെയ്തത്. ബർത്ത്ഡേക്കുള്ള ഇതാ ഇവിടെ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഹലോ, ഏകദേശമൊക്കെ റെഡിയായി. ഇനി ലാസ്റ്റ് മിനിറ്റ് ഹറിബറിയിലാണ്. നൂഡിൽസും കൂടി ഉണ്ടാക്കാണ്ട് മിഴിയോടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇരുന്ന് കാർട്ടൂൺ കാണുകയാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ഞാൻ എല്ലാവരും കൂടി വന്നിട്ട് കാണിച്ചു തരാം. അതിന് മുന്നേ സമയമുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കിയതെന്ന് ഒന്നും കൂടി കാണിച്ചു തരാം. ഇതാ എല്ലാവരും എത്തിക്കഴിഞ്ഞു. ഞാൻ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിരുന്നു. എല്ലാവർക്കും ജ്യൂസൊക്കെ കൊടുത്ത് എല്ലാവരും കാര്യമായ സംസാരത്തിലാണ്. ബലൂണുകൾ ഒരു 4-5 എണ്ണം ഇവിടെ പൊട്ടിക്കഴിഞ്ഞിരുന്നു. മിഴി ഗിഫ്റ്റുകളുടെ അടുത്ത് ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും അവൾക്കതൊന്ന് ഓപ്പൺ ചെയ്യണം. പക്ഷെ ഇപ്പോൾ പറ്റില്ല എന്നുള്ള എല്ലാവരും പറഞ്ഞതുകൊണ്ട് വേറെ വഴിയില്ലല്ലോ. കുട്ടികളെല്ലാവരും കൂടിയ ആകെ മൊത്തം ഇവിടെ ബഹളമാണ്. പിന്നെ ഞങ്ങൾ പറയും അടുത്തുള്ള അപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരൊക്കെ ഇവിടേക്ക് വരും എന്നുള്ളത്. എല്ലാവരും ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ ചിക്കൻ സ്ട്രിപ്സ് ഉണ്ടാക്കിയിരുന്നു. അതും ഉണ്ണിയപ്പവും വട്ടയപ്പവും ഒക്കെ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ ഫ്രണ്ട്സ് മലയാളീസ് മാത്രമല്ല, പല ഭാഷയിലുള്ളവരാണ്. അതുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള ഫുഡുകൾ ട്രൈ ചെയ്യാം. അത് ഞങ്ങളുടെ ഒരു അനുഗ്രഹമാണെന്ന് പറയാം. ഇത് ഞാൻ കുട്ടികൾക്ക് അറേഞ്ച് ചെയ്ത ഒരു ആക്ടിവിറ്റിയാണ്. കാരണം കുട്ടികൾ ആകെ മൊത്തം ബഹളം മാത്രമായിരിക്കും. അപ്പോൾ അവരൊന്ന് ഇരുന്ന് വല്ല ഹാർഡ് വർക്കും ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വാങ്ങി വെച്ചിരുന്നതാണ്. പക്ഷെ അത് ഞാൻ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല. എല്ലാവർക്കും വളരെ ഇഷ്ടമായി. കുട്ടികൾ മാത്രമല്ല, വലിയവരും അത് നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു. ഈ ബണ്ണി എല്ലാം അവർ സ്വയം ഉണ്ടാക്കി. ഇത് ചെയ്യുന്നതിനിടയിൽ കഴിക്കാൻ പോലും ആർക്കും വേണ്ടായിരുന്നു. അത്രയും ഇൻട്രസ്റ്റോടെ ആയിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നിന്ന്. നമ്മൾ ബിരിയാണി പുറത്തുനിന്ന് ഏൽപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. നമ്മൾ സാധാരണ കഴിക്കുന്ന ബിരിയാണി നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു പാക്കറ്റ് ബിരിയാണി ഓർഡർ ചെയ്തിരുന്നു.
അത് എത്തിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഞാൻ പായസം കാണിച്ചു തന്നല്ലോ, അതുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിക്കാൻ പോവുകയാണ്. ഇനി എല്ലാവരും ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരണമല്ലോ. ഇതാണ് 2 പേര് ചെയ്തത്. ഇനിയും വരുന്നുണ്ട്. അതിനിടയ്ക്ക് ഇവിടെ ഫോട്ടോഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. മിഴിയെ ഫസ്റ്റ് ഫോട്ടോയിൽ നിർത്താൻ ഞങ്ങൾ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടു. കാരണം അവൾക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്നേ ഉണ്ടായിരുന്നില്ല, കുട്ടികളുടെ കൂടെ കളിക്കണം എന്നായിരുന്നു. പിന്നെ അവളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് നമ്മുടെ ഫൈനൽ റിസൾട്ട് എല്ലാവരും ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടില്ലേ? അവസാനം കേക്ക് മുറിക്കാനുള്ള സമയമായി. മിയുടെ ഒരു 2-3 മാസത്തെ എന്താ പറയുക കാത്തിരിപ്പാണ്. കാരണം കുറേ ദിവസമായി എന്നോട് ഡെയിലി ചോദിക്കുന്ന ചോദ്യമാണ്, എന്നാ അമ്മ എൻ്റെ ബർത്ത്ഡേ വരുന്നതെന്നുള്ളത്. അവസാനം അത് വന്നിരിക്കുന്നു. നമ്മൾ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാനും പ്രജേട്ടനും അച്ഛനും അമ്മയായിട്ട് 4 വർഷമായി. അതേ 4ാമത്തെ ബർത്ത്ഡേ ആണ് നമ്മളിവിടെ ആഘോഷിക്കാൻ പോകുന്നത്. ഇനി ഇവിടുത്തെ കുറച്ച് ബഹളങ്ങളൊന്ന് കേട്ടു നോക്കൂ. ആദ്യം ഇത് മാത്രമായിട്ട് എടുക്കും, ഫോട്ടോ എടുത്തോ. ഈ കേക്കിനും ഒരു കഥ ഉണ്ട് കേട്ടോ. ഞാൻ പറയുന്നില്ല എന്ന് വിചാരിച്ചാണ്, പക്ഷെ ഇത്രയും ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കുക, അത് മാത്രം പറയാതിരിക്കാൻ പറ്റില്ല. ഇനി എപ്പോഴെങ്കിലും നമ്മളത് ഈ വീഡിയോസ് കാണുമ്പോൾ അത് നമുക്ക് ഓർത്തെടുക്കാമല്ലോ. ഞങ്ങൾ ഗുഡ് ഫ്രൈഡേയുടെ അന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഇവിടെ കടകളൊന്നും ഇല്ല എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കാരണം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് വേണം പറയാം. അപ്പോൾ തലേ ദിവസം ഞങ്ങൾ കടയിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ വിചാരിച്ചു വെള്ളിയാഴ്ച നമുക്ക് ഫ്രഷായി വാങ്ങാമെന്ന്. അങ്ങനെ വാങ്ങാതെ പോന്നു. പക്ഷേ വെള്ളിയാഴ്ച നമ്മൾ വാങ്ങാൻ പോയപ്പോൾ കടകളൊന്നുമില്ല, കേക്കുമില്ല. അവസാനം പ്രജേട്ടനൊക്കെ തപ്പി പിടിച്ച് ഒരു കട കണ്ടെത്തി വാങ്ങിയതാണ്. ഗഗൻ ബ്രോയ്ക്കും അതിന് താങ്ക്സ് പറയണം. ഗഗൻ ബ്രോയും പ്രജേട്ടനും കൂടിയും ആണ് തപ്പി പിടിച്ച് ഒരു ഷോപ്പ് കണ്ടുപിടിച്ച് $60 ഒരു കേക്ക് വാങ്ങിയത്. $20 നമ്മുടെ അറ്റ്ലാന്റിക്, നമ്മൾ സാധാരണ പോകുന്ന സൂപ്പർ സ്റ്റോറില്ലേ, അവിടെ നല്ല കേക്ക് കിട്ടുമായിരുന്നു. Are you 3? He's taking it out. 4? Are you 4? Yes, Yes. Yeah. I for tomorrow. Okay, once more. Tomorrow. Are you 1? Not the Are you 1? Keep it Are you 2? Uni, 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 No! You have to say no only. Oh, she's turning it. uni, 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 uni. She's a grown-up girl now, guys. Guys. Yeah. Yay! Let's have cake. Me take it from somebody. അത് കഴിഞ്ഞ് എല്ലാവരും അവൾക്ക് കേക്കൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഞാനും ചെറുതാകുമ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു.
ബർത്ത്ഡേ ആവാൻ വേണ്ടി കാത്തിരിക്കും. ഒരു മാസം മുന്നേ തന്നെ അച്ഛനെയും അമ്മേനെയും കൊണ്ട് ഡ്രസ്സ് ഇടിപ്പിക്കും. പിന്നെ ക്രീം കേക്ക് എന്ന് പറയുന്നത് അത് നിർബന്ധമാണ് എനിക്കും അനിയത്തിക്കും. അതൊക്കെ ഇപ്പം ആലോചിക്കുമ്പോൾ ഒരു രസം. ചെറുതാകുമ്പോൾ ഓരോ ബർത്ത്ഡേയും ഞാൻ അത്രയും നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെയായിരിക്കും മിഴിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇതാ നമ്മുടെ ചിക്കൻ ബിരിയാണി. വെജ് ബിരിയാണി ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ വെജിറ്റേറിയൻ ആണ്. പിന്നെ ഇതാ നൂഡിൽസ്, സാലഡ് എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കഴിക്കുകയാണ്. കുട്ടികളെല്ലാവരും നൂഡിൽസ് എടുത്തു. വലിയവരെല്ലാവരും നൂഡിൽസ് ഞാൻ കുട്ടികൾക്ക് മാത്രമാണ് ഉണ്ടാക്കിയത്. പിന്നെ എനിക്ക് തോന്നി കുറച്ചുകൂടി ഉണ്ടാക്കായിരുന്നു എന്നുള്ളത്, കാരണം തികഞ്ഞില്ല. പിന്നീട് വന്ന കുട്ടികൾക്കൊക്കെ മിഴിക്കുട്ടി റിട്ടേൺ ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ആ ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ, അതൊരു പ്രത്യേക സുഖമാണ്. സാധാരണ എല്ലാവരും പോകുന്ന സമയത്ത് മിനിക്കുട്ടി ഭയങ്കര കരച്ചിലായിരിക്കും. പക്ഷേ ഇന്ന് കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്, ഈ ഗിഫ്റ്റുകൾ തന്നെയാണ്. അപ്പോൾ അവർ പോയപ്പോൾ തന്നെ ഗിഫ്റ്റുകളൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അവൾ. അനുവിൻ്റെ ഗിഫ്റ്റ് ആയിരുന്നു ആദ്യം പൊളിച്ചത്. അതിൽ മിഴിന്ന് അവർ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എത്ര എഫേർട്ട് എടുത്തിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഈ പാവക്കുട്ടി അപർണയും ശബരിയും കൂടി തന്നാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. அதுக்குள்ள என்ன இருக்கு தெரியுமா? அதுக்குள்ள என்ன இருக்கு? அந்த பேக்குள்ள என்ன இருக்கு? What is that inside the bag? ஐயோ, இவ்வளோ gift. Wow. Expression. Soft love, Samarbir and Mehran. Happy birthday, Ummi. That's so good. Oh, എത്രടാ അത് ഉണ്ണിക്ക്? അമ്മയുടെ ബ്രേസ്ലെറ്റ്. Happy birthday, Miri. Lots of love, Nani. ഓരോ ഗിഫ്റ്റ് തുറക്കുമ്പോഴും മിഴി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അടുത്തതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവൾക്ക് എല്ലാം കൂടി ഒരുമിച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തതിൻ്റെ സങ്കടമായിരുന്നു. മിഴിക്ക് വാട്ടർ ബോട്ടിൽ എത്ര കിട്ടിയാലും മതിയാവില്ല. എപ്പോൾ കടയിൽ പോയാലും വാട്ടർ ബോട്ടിൽ കണ്ട അപ്പം അത് വേണം. അങ്ങനെ ഒരു വാട്ടർ ബോട്ടിലും ബർത്ത്ഡേക്ക് കിട്ടി. Oh. Wow. Nice. I like color. Uniform. I told you. അവൾക്ക് ഇഷ്ടമുള്ള അത്യാവശ്യം സാധനങ്ങളെല്ലാം അതിലുണ്ടായിരുന്നു. I like this. അടുത്തത് രേഖ വാങ്ങിക്കൊടുത്ത ഡ്രസ്സുകളായിരുന്നു. 3 ഡ്രസ്സ് ഉണ്ടായിരുന്നു. എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. I got ഞാനും അപർണയും പിന്നിൽ വേറെ ഡിസ്കഷനായിരുന്നു. അവരുടെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ സാരികളൊക്കെ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ അതെല്ലാം കാണിച്ചു തരുമായിരുന്നു എനിക്ക്. ഇതൊക്കെയാണ് ആ ഡ്രസ്സുകൾ.
இது போடு. நல்லா இருக்கு. Yes. அங்க இருக்கு போடு. அப்ப நாங்க ஆல்ரெடி இது மாதிரி 2 வாங்கி வச்சிருக்கோம். ഈ കൊമ്പ് അവളുടെ അടുത്ത് 3 ഓൾറെഡി ഉണ്ട്. അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ ഇത് வந்து மாட்டீங்க உங்களுக்கு. இந்த பால் இருக்கு நீ அது ഇത് നമ്മുടെ എഡ്രിയൻ വാങ്ങിയിട്ട് വന്നതാണ് മിഴിക്ക്. അത് ഞങ്ങൾ അപ്പോഴേ പൊളിച്ചു. മിഴിക്ക് കിട്ടിയപ്പോൾ തന്നെ പൊളിക്കണമായിരുന്നു. പിന്നെ ഇതാ ഈ മിക്സി അടിപൊളിയായിരുന്നു. ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇതായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പേപ്പറൊക്കെ ഇട്ടിട്ട് തിരിക്കായിരുന്നു. ശരിക്കും അത് കറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കൊച്ചു സന്തോഷങ്ങൾ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ബർത്ത്ഡേയുടെ വ്ളോഗ് കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും